എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജാനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജാനുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Seven of Wands, Seven of Cups, Page of Swords, Five of Cups, King of Wands and Emperor Energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, എല്ലാം നിങ്ങളുടെ കൈകളിലാണെങ്കിൽ ഒരു മാസം എന്ന് പറയാം. പല കാര്യങ്ങളും സംഭവിക്കുന്നത് നിങ്ങളായിട്ട് തീരുമാനങ്ങൾ എടുക്കാത്തത് വൈകിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടോ ആവാം. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ 7 of Wands എനർജിയാണ് ആദ്യം തന്നെ. അപ്പോൾ 7 of Wands എനർജി കണക്ഷൻസ്, ചലഞ്ചസ് ഉണ്ടാകും ലൈഫിൽ. ചലഞ്ചസ് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഈ വരുന്ന ചലഞ്ചസിനെ നിങ്ങൾ അതിജീവിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, അയ്യോ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു, ഗീവ് അപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷേ അതേസമയം സിറ്റുവേഷൻസ്, ചലഞ്ചസ് ഉണ്ട്. പക്ഷേ എത്ര വലിയ ചലഞ്ചായാലും ഞാൻ അതിനെ അതിജീവിക്കും എന്ന് പറയുന്നതാണ് ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത്. യു ആർ വില്ലിങ് ടു ഫൈറ്റ് ഫോർ വാട്ട് യു ബിലീവ് ഇൻ. അത് നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. സോ ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? ആ ഒരു ജനുവരി മാസത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലേക്ക് എത്തും. ആ ചലഞ്ച്, ആ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചൊരു കോമ്പറ്റീഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ശത്രുക്കൾ എന്ന് പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു പക്ഷെ നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് കാണുന്നവരായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം, നിങ്ങളായിട്ട് അടുപ്പമുള്ള വ്യക്തികളാണ്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അവരുടെ സംസാരത്തിൽ അമിതമായിട്ട് സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു രീതിയാണെങ്കിൽ അതിൽ മനസ്സിലാക്കേണ്ടതാണത്. അത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സാഹചര്യമാകാമെന്ന്. പക്ഷേ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിറ്റർമിനേഷനാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഒരു തോന്നലുകൾ ആരിലെങ്കിലും നിന്നുണ്ടാകുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മോറലി അത് കറക്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല, ഇതൊക്കെ കൊച്ചു കാര്യമാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ അത് അത്ര വലിയ കാര്യമല്ല എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് ദയവായിട്ട് അതൊന്നും കേൾക്കാതിരിക്കുക. മനസ്സിലാക്കുക, ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു മാസം ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, 7 of Cups എനർജിയാണ്. നിങ്ങളുടെ പല ഐഡിയാസൊക്കെ വ്യത്യസ്തമായിരിക്കും. ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുന്ന ആളുകൾ നമുക്കറിയാം. പൊതുവെ ആളുകൾ ഒരു ആവറേജ് ചിന്താഗതിയുള്ള ആളുകൾ ഒരിക്കലും ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ കരിയറിനെ വളരെ സ്ട്രോങ് ആയിട്ട് ബാധിക്കുന്ന, ഔദ്യോഗിക ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധ്യതയുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വർക്കിൽ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക, തുറന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, കോളേജിലൊക്കെ പഠിക്കുന്നവർ അതേപോലത്തെ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് പുറത്ത് സംസാരിക്കാം. പിന്നെ നിങ്ങൾ അതുപോലത്തെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒരു മാസമാണ്. നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് പ്രാവർത്തികമാക്കിയാൽ ആ ഒരു ലെവലിൽ ചിന്തിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ മുന്നോട്ടേക്ക് പോകാൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് സാമ്രാജ്യം നിങ്ങൾക്ക് പടുത്തുയർത്താവുന്ന സിറ്റുവേഷനാണ്. വർക്കിലും നിങ്ങളുടെ ഈ ഐഡിയാസ് ഉപയോഗിക്കാം. നിങ്ങളിപ്പോൾ 9 to 5 ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും വർക്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഐഡിയാസൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും ഈ ഒരു സമയം. അത് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ,
പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഒത്തിരി ഐഡിയാസ് ഉണ്ട്. ഐഡിയാസ് നിങ്ങൾ പ്രാവർത്തികമാക്കുന്നതും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ റിസർച്ച് ഫീൽഡിലേക്ക് പോകുന്ന, ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കാൻ PhD ചെയ്യാനായിട്ട് പോകുന്നവരെ കാണിക്കുന്നുണ്ട്. റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതല്ല PhD എന്നുള്ള രീതിയിലല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു റിസർച്ചറായിട്ട് കയറി കൂടുക, അങ്ങനത്തെ ഒരു രീതിയിലോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യുന്നത്. ഇനി ആ ഒരു ഒഫീഷ്യലി ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളല്ല എങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും പുസ്തകങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്, പല അറിവുകൾ നേടുന്നുണ്ട്. ഇതിങ്ങനെയാണ് ഈ ഒരു രീതിയിൽ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ പുസ്തകങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേകിച്ചൊരു ജോലിയിലോ അങ്ങനെ നിൽക്കുന്ന ആളല്ല എങ്കിലും ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ട്, നിങ്ങളിപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ അത് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു നേരം ഇരിക്കാൻ സമയമില്ല. പക്ഷേ ചില കാര്യങ്ങളൊന്ന് മാറ്റി പിടിച്ചാൽ, ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എല്ലാത്തിനും സമയം കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെയാണ്. അത് മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെടുമോ എന്നുള്ളതും ചിന്തിക്കാവുന്നതാണ്. ചില ആളുകൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്, അതിലും നല്ല രീതിയിൽ മുന്നേറുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി. അതേപോലെ തന്നെ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പുതുമയാണ് മൊത്തത്തിൽ. നിങ്ങളുടെ ചില ആളുകൾ നിങ്ങളുടെ പാഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ പാഷൻ അതൊരു നിങ്ങളുടെ ഒരു തൊഴിലാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ, ഇപ്പോൾ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സീക്രട്ട് റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതൊരു മാർക്കറ്റിലേക്ക് ഇറക്കുന്ന അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു റേഞ്ചിൽ തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ കഴിവുകൾ അത് ചെറുതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. 5 of Cups എനർജിയാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചെറിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയും കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഫാമിലിയിൽ ആരെങ്കിലും തീരെ വയ്യാതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുമല്ലോ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ വ്യക്തി അധികം നാൾ ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയുടെ ഈ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ വ്യക്തി പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. അപ്പോൾ അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു സങ്കടം ഈ ഒരു മാസത്തിൽ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സപ്പോർട്ട് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പേരാണ് ആദ്യം വരുന്നത് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി ഉണ്ട്. അതേപോലെ തന്നെ ബന്ധങ്ങളിൽ വളരെയധികം ലോയൽറ്റി കാണിക്കുന്നത്. ഇപ്പോൾ ഏത് തരത്തിലാണെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ വളരെ ഫെയർ മൈൻഡഡ് ആയിട്ട് നല്ല വിശ്വാസ്യതയും ഒക്കെ നിങ്ങളോട് കാണിക്കുന്നു. സുഹൃത്തുക്കളാണെങ്കിലും ഫാമിലിയിലുള്ളവരൊക്കെ നല്ലൊരു സ്നേഹവും പ്രണയവും ആ ഒരു ആത്മാർത്ഥതയും ബന്ധങ്ങളിൽ കാണിക്കുന്നു. നല്ല അഡ്വൈസസ്, ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരുന്ന സുഹൃത്ത് വലയങ്ങളാണ് നിങ്ങൾക്ക്. അതേപോലെ നല്ല സപ്പോർട്ട് ലഭിക്കുന്ന ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും, അത് പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനത്തോടു കൂടിയിട്ട് പുതിയ സൗഹൃദങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതും ആയിട്ട് കാണിക്കുന്നുണ്ട്. പ്രമോഷൻ അതുപോലെയുള്ള ഗുഡ് ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എംപറർ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈഫിൽ ഒത്തിരി ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് ഫിനാൻഷ്യലി കരിയർ വൈസ് ഉയർച്ച നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നല്ല സൗഹൃദങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം, നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേപോലെ കർമ്മത്തിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ഇപ്പോൾ അതായത് കർമ്മഫലം, നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള ഫലം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. യാത്രകൾ ഒത്തിരി സാധ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം സൂചിപ്പിക്കുന്നത്. കൂടുതലായിട്ടും ബിസിനസ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകളാണ് സൂചിപ്പിക്കുന്നത്. ഒത്തിരി അതായത് ഫ്ലൈറ്റ് യാത്രകൾ, മറ്റ് വിദേശ രാജ്യത്തേക്കുള്ള യാത്രകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്കൂൾ, കോളേജ് ട്രിപ്പ്, സ്റ്റഡി ടൂർ കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്ന ഒരു സമയമാണെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.